എൻ്റെ പേര് ജോൺ ആണ്. എൻ്റെ സ്ഥാപനത്തിന്റെ പേര് ഹൈബ്രിക്സ് കോൺക്രീറ്റ് പ്രൊഡക്ഷൻ. ലൊക്കേഷൻ വരുന്നത് ഇരിട്ടി ഇരൂരാണ് സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങളുടെ പ്രൊഡക്റ്റുകളുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ കോൺക്രീറ്റ് കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളാണല്ലോ ഇത്. അപ്പോൾ മെയിനായിട്ട് അതിന് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതായത് ക്യൂറിംഗ് ആണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. പിന്നെ അതിലിടുന്ന കമ്പി, കോൺക്രീറ്റ് മിക്സിങ് കാര്യങ്ങളെല്ലാം വളരെ ക്ലിയർ ആയിരിക്കും. കോൺക്രീറ്റ് കട്ടലയിൽ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ഇഞ്ചസ്, വിജാഗിരി പിടിപ്പിക്കുന്ന ഭാഗമാണ്. എന്നാൽ ഇഞ്ചസ് ഇളകി പോയി കഴിഞ്ഞാൽ പിന്നെ ഡോർ എന്ത് ചെയ്യത്തില്ല, അവിടെ നിൽക്കില്ല. പണ്ട് അത് ഒരു പോരായ്മയായിരുന്നു. പിന്നെ അതിനുശേഷം വന്നതാണ് ഇങ്ങനെ ഒരു ഫൈബറിന്റെ കട്ടയാണ് ഇഞ്ചസ് പിടിപ്പിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ് ചെയ്യുക. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏതൊരു ഫൈബറിന്റെ പീസ് ആണെങ്കിലും ഒരു 5 വർഷം അല്ലെങ്കിൽ ഒരു 6 വർഷം അല്ലെങ്കിൽ ഒരു 10 വർഷത്തിനുള്ളിൽ അത് നശിച്ചു പോകുന്ന ഒരു ഫൈബറിന്റെ കസേരയെല്ലാം നമ്മൾ എത്ര വർഷം നിൽക്കും? ഒരു 5 വർഷം അല്ലെങ്കിൽ ഒരു 6 വർഷം അതിനുള്ളിൽ അത് എന്ത് ചെയ്യും? നശിച്ചു പോകും. 50 വർഷത്തിന്റെ മേലെങ്കിൽ നമുക്കൊരു വീട് കണ്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വീട് പണിയുന്നത്. ഒട്ടുമിക്ക കമ്പനികളിലും ഈ സാധനമാണ് ചെയ്യുന്നത്. ഇത് ലാഭമാണ്, നമുക്ക് ചെയ്യുകയാണെങ്കിൽ കമ്പനിക്ക് ലാഭമാണ്, പാർട്ടിക്ക് ഈ സാധനം നഷ്ടമാണ്. ഒരു കാരണവശാലും ഈ സാധനം ചെയ്യാണ്ടിരിക്കുക. അതേസമയം ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഈ ക്ലാമ്പാണ് ഞങ്ങൾ ചെയ്യുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഗേറ്റ് പിടിപ്പിക്കുന്നത് പോലെയുള്ള ഒരു സിസ്റ്റമാണിത്. ഇതിൽ ത്രെഡ് ഉണ്ടാവും, 2 ഹോളാണ് വരിക. ഇതിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ഇഞ്ചസ് വരുന്നത്. ഇത് ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഇഞ്ചസ് വരുന്ന ഭാഗത്ത് ഇത് എന്ത് ചെയ്തിട്ടുണ്ട്? ഫിക്സ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ? അത് കോൺക്രീറ്റിന്റെ ഉള്ളിലാണ് ഇതിരിക്കുന്നത്. ഇതിൽ നമ്മൾ എന്ത് ചെയ്യും? ഇഞ്ചസ് പിടിപ്പിക്കുകയാണ് ചെയ്യുക. ഇത് ആശാരിമാർക്ക് പിടിപ്പിക്കുന്നതിനും എളുപ്പമാണ്. വളരെ ലോങ് ലൈഫ്, അതായത് ഈ വീട് എത്ര വർഷം നിൽക്കുന്നോ അത്രയും വർഷം ഈ കോൺക്രീറ്റ് കട്ടലയും നിൽക്കും, ഡോറും നിൽക്കും, ഇളകി വരില്ല. ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാളിലേക്ക് വരുന്ന റിംഗ് ആണ്. അതായത് ഇപ്പോൾ പുതിയൊരു മോഡലാണ്, ഇങ്ങനെ വാളിലേക്ക് വരുന്ന റിംഗ് ടൈപ്പുകളാണ്. പല സൈസ് മോഡലുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. ഉയരം കൂടിയതും കുറഞ്ഞതായിട്ടുള്ള പല ടൈപ്പുകൾ ഇപ്പോൾ അവൈലബിൾ. ഇത് ഞങ്ങൾ ക്യൂറിംഗ് ചെയ്യുന്ന ടാങ്കാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് ഏറ്റവും കൂടുതൽ ക്യൂറിംഗ് ടൈമാണ് ഞങ്ങൾ കൊടുക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് ആകുമ്പോൾ ഏറ്റവും കൂടുതൽ നനവാണ് അതിന് വേണ്ടി. കുറഞ്ഞൊരു 8 ദിവസം എന്തായാലും ടാങ്കിൽ തന്നെ കിടക്കും. ഞങ്ങളുടെ മെയിനായിട്ട് വരുന്ന പ്രോഡക്റ്റുകൾ എന്ന് പറയുമ്പോൾ കട്ട്ല, ജനൽ, റിങ്ങുകൾ, പിന്നെ അലമാരകൾ, പിന്നെ അങ്ങനെ ഒട്ടനവധി പ്രോഡക്റ്റുകൾ ഞങ്ങളിവിടെ ചെയ്യുന്നുണ്ട്. കോൺക്രീറ്റ് കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളാണ് ചെയ്യുന്നത്. പൈപ്പുകൾ ചെയ്യുന്നുണ്ട്, ഈ ഓബിജാലിടുന്ന പൈപ്പുകൾ, പിന്നെ വാളിൽ വരുന്ന റിങ് ഐറ്റംസ്, സെഫ്റ്റി ടാങ്ക് ചെയ്യുന്നുണ്ട്, കിണറിൽ ഇറക്കുന്ന റിങ്ങുകൾ പല ടൈപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമുക്ക് എന്തെല്ലാം പ്രോഡക്റ്റ് കോൺക്രീറ്റ് കൊണ്ടുണ്ടോ അതെല്ലാം ഐറ്റംസും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഡെലിവറി കണ്ണൂർ ജില്ലയിൽ എല്ലായിടത്തും ആൾക്കാർ സാധനം വന്നിട്ട് എടുത്തിട്ട് പോകുന്നുണ്ട്. പിന്നെ അത് കൊടകിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ ഡെലിവറി എന്ന് പറയുമ്പോൾ ഞങ്ങൾ 5 കിലോമീറ്ററിന്റെ ഉള്ളിലാണ് ചെയ്യുന്നത്, ഫ്രീ ഡെലിവറി. പിന്നെ എൻ്റെ അപ്പുറത്തെല്ലാം ആകുമ്പോൾ ചെറിയ റേറ്റും കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഏകദേശം എൻ്റെ പപ്പേൻ്റെ കാലഘട്ടത്തിൽ തുടങ്ങിയതാണ്. ഏകദേശം 40 വർഷം മുമ്പ് എൻ്റെ പപ്പയാണ് ഈ സ്ഥാപനം തുടങ്ങിയത്. ഇപ്പോൾ ഞാനിത് കണ്ടിന്യൂ ചെയ്യുന്നു. ഏകദേശം 40 വർഷമായി.